ഹലോ ഫ്രണ്ട്സ്, മദേഴ്സ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി മുട്ടത്തോരൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി മുട്ട തോരനാണ്. ചോറിൻ്റെ കൂടെ സൂപ്പറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇനി ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുള്ള 3 മുട്ട ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങ, ഒരു ചെറിയ തക്കാളി, ഒരു സവാള, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി 1/2 ടീസ്പൂൺ പെരുംജീരകം, ചെറിയ ജീരകമല്ല പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കടുക് 1/4 ടീസ്പൂൺ. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം, കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 2 അല്ലി വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത്, പിന്നെ എണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് തോരൻ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ തേങ്ങയുടെ മിക്സ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പെരുംജീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരിഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം പാൻ ഒന്ന് ചൂടായതും അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായതും അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഇത് നന്നായിട്ട് വഴറ്റാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരിക്കൽ കൂടി മിക്സ് ചെയ്തതിന് ശേഷം സവാള ഒന്നുകൂടി വാടി വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നന്നായിട്ട് കുക്കാവുന്നവരെ ഇത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ തക്കാളി ഏകദേശം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നമ്മൾ വഴറ്റി കൊടുത്താൽ മതിയാവും. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ തക്കാളിയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ പീസസ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ പീസസ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലയുടെ ടേസ്റ്റൊക്കെ ഈ മുട്ടയിലോട്ടൊന്ന് പിടിക്കുന്നവരെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഈ സമയത്ത് ഉപ്പ് നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി മണവും വരുന്നുണ്ട്. ഇനി ഇത് ഒരു ബൗളിലോട്ട് മാറ്റാം. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ. ടാറ്റാ, ബൈ.